ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. 2024 ഏപ്രിൽ 14 ആ ഒരു വിഷു വരികയാണല്ലേ. സൂര്യന്റെ മേടസംക്രമത്തോടു കൂടി വരുന്ന ഒരു വിഷു വർഷക്കാലം 27 നക്ഷത്രക്കാരിലും സംഭവിക്കാൻ പോകുന്ന ഗുണാനുഭവങ്ങളും അനുകൂല പ്രതികൂല ഫലങ്ങളെയുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഓരോരുത്തരുടെയും ഗ്രഹനില പ്രകാരം ഫലത്തിൽ വ്യത്യാസങ്ങൾ വരാമെങ്കിലും പൊതുവായി ഓരോ നാളുകാർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയുന്നതിന് വേണ്ടി വീഡിയോ തുടർന്ന് കാണുക. ഏവർക്കും ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷു വർഷം ഏറ്റവും ഗുണകരമാണ്. ഇതുവരെ അനുഭവിച്ച സങ്കടങ്ങളും ദുഃഖങ്ങളും അവസാനിക്കുകയാണ്. സാമ്പത്തികമായിട്ട് വളരെ അത്യുന്നതമായിട്ടുള്ള ഒരു പദവി തന്നെ കൈവരിക്കാൻ പോവുകയാണ്. അതുപോലെ ദീർഘകാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ ഇവർക്ക് ഈ ഒരു വിഷു വർഷത്തിൽ സബലീകരിക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിലൊന്നും ആകാത്തവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതാണ്. ഗവൺമെന്റ് ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഉയർന്ന പദവിയും ശമ്പള വർധനവും ഇവർക്ക് ഈ ഒരു വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. കർമ്മരംഗം ഏത് തന്നെ ആയിരുന്നാലും കർമ്മരംഗത്ത് വിജയം ഉണ്ടാകുകയും പുഷ്ടിപ്പെടുകയും ചെയ്യും. അതുപോലെ അംഗീകാരങ്ങളും പ്രശംസയും ഇവരെ തേടിയെത്തും. കുടുംബത്തിൽ നിലനിന്നിരുന്ന ശത്രുതയൊക്കെ മാറി ബന്ധുക്കളുമായി രമ്യതയിൽ എത്തിച്ചേരുന്ന ഒരു വർഷമാണ്. വിവാഹ തടസ്സം ഏർപ്പെട്ടിരുന്നവർക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യത, പ്രണയബന്ധത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങി പ്രണയം ദൃഢമാകാനുള്ള സൗഭാഗ്യമൊക്കെ തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ സിദ്ധിക്കുന്നതാണ്. ജീവിത പങ്കാളിയെ കൊണ്ടും മക്കളെ കൊണ്ടും മനസ്സിന് സന്തോഷവും സുഖവും വർദ്ധിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഇവർക്ക് സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ഈ ഒരു വിഷുവർഷം ഏറിയ കൂറും ശനി ഇവരുടെ 11ാം ഭാവത്തിലും വ്യാഴം 2ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഗുണാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും ഇവരെ തേടി വരുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുടെ കൊടുമുടിയിലേക്ക് ഇവരെ കൊണ്ടുചെന്നെത്തിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി അതുകൊണ്ട് തന്നെ മെച്ചപ്പെടുന്നതാണ്. വ്യാപാരത്തിൽ നിന്ന് ഇവർക്ക് മികച്ച വരുമാനവും ലാഭവും സിദ്ധിക്കുന്നതാണ്. പാതി വഴിയിൽ മുടങ്ങിപ്പോയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുന്നതിന് ഇവർക്ക് ഈ ഒരു വർഷം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആസൂത്രണങ്ങൾ, അതുപോലെ പദ്ധതികൾ നടപ്പിൽ വരുത്തുവാനും അതിനെ വിജയിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. സ്വർണ്ണാഭരണങ്ങൾ, ഭൂമി, അതുപോലെയുള്ള ആഡംബര വസ്തുക്കൾ ഇതൊക്കെ തന്നെ വാങ്ങുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഭാഗ്യപുഷ്ടി ഈ ഒരു വർഷം ഇവർക്ക് ഉടനീളം പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സന്തോഷം വർദ്ധിക്കുകയും മനസ്സമാധാനം ഉയരുകയും ചെയ്യും. അതുപോലെ ഭൗതിക വസ്തുക്കളുടെ വർധനവ്, ഭൗതിക സുഖവർദ്ധനവ്, പ്രശംസകൾ, പണം സമ്പാദിക്കുന്നതിനുള്ള വലിയ അവസരങ്ങൾ ഇതൊക്കെ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. പോയ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ശുഭകരമായ ഒരു വിഷു വർഷത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നത്. ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു വിഷു വർഷമാണ് ഇവരെ കാത്തിരിക്കുന്നത്. അടുത്ത ബന്ധുക്കളിൽ നിന്ന് വലിയ സൗഭാഗ്യം ഈ ഒരു വർഷത്തിനുള്ളിൽ ഇവർക്ക് സിദ്ധിക്കുന്നതാണ്. അതുപോലെ ധനപരമായ ഉയർച്ചയും ഇവർക്ക് കൈവരുന്നതാണ്. പാതി വഴിയിൽ മുടങ്ങിപ്പോയ ഗൃഹനിർമ്മാണം ഉണ്ടെങ്കിൽ അതിനെ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ ആ ഒരു പഴയ ഗൃഹം പൊളിച്ചു പണിയുകയോ മോടി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ്. ഗൃഹമില്ലാത്തവർക്ക് ആ ഒരു പുതിയ ഗൃഹമൊക്കെ പണി കഴിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനുള്ള സാമ്പത്തികമൊക്കെ ഇവർക്ക് കൈവരുന്നതാണ്. വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. മികച്ച വിജയം നേടുവാനും തുടർ പഠന യോഗ്യതയും ഇവർക്ക് ഉണ്ടാകും. ഭൂമി തുടങ്ങിയ വസ്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിന് ഈ ഒരു വർഷത്തിൽ ഇവർക്ക് സാധിക്കുന്നതാണ്. വാഹനാദി യോഗം ഭരണി നക്ഷത്രക്കാരെ തേടി വരുന്നതാണ്. സന്താന സൗഭാഗ്യം, ബന്ധുക്കളിൽ നിന്നുള്ള നേട്ടങ്ങൾ ഇതെല്ലാം ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ നാളായി അനുഭവിച്ചു വന്ന ദുരിതങ്ങൾ പൂർണ്ണമായി നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക, പുതിയ പദവികൾ ലഭിക്കുക, ഇതെല്ലാം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാവുന്ന ഫലങ്ങളാണ്. ജീവിതത്തിൽ ഒരുപാട് സന്തോഷ വാർത്തകൾ ഇവർക്ക് കൈവരുന്നതാണ്. വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ വരുമാനവും സമ്പത്തും ഈ ഒരു വർഷ കാലയളവിനിടയിൽ നിശ്ചയമായും വർദ്ധിക്കുന്നതാണ്. ആത്മീയ പ്രവർത്തനങ്ങളിൽ ഒരു താല്പര്യം ഇവർക്ക് സിദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ കൈവരുന്നതാണ്. വായ്പ, കടം ഇവയിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ്. കടമൊക്കെ അടച്ചു തീർക്കുവാൻ സാധിക്കുന്നതാണ്. ആ ഒരു സന്തോഷ വർധനവ് ഈ ഒരു വർഷം പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസമൊക്കെ ഉയരുന്ന ഒരു കാലഘട്ടമാണ്. പലവിധ നേട്ടങ്ങൾ ഈ ഒരു വർഷത്തിലുടനീളം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. ഭൗതിക വസ്തുക്കളുടെ വർധനവും അതുപോലെ സാമ്പത്തിക രംഗം പഴയതിനേക്കാൾ മെച്ചമാകുന്ന ഒരു അവസ്ഥയിലേക്കും നിങ്ങൾക്ക് ചെന്നെത്താൻ സാധിക്കുന്നതാണ്. ശനിയുടെ 11ാം ഭാവവും അതുപോലെ തന്നെ വ്യാഴത്തിന്റെ 2ാം ഭാവത്തിലുള്ള നിൽപ്പും ഈ ഒരു വർഷം ഏറിയ കൂറും ഉള്ളതിനാല് ഒട്ടേറെ സൗഭാഗ്യങ്ങൾ ഇതിലൂടെ ഇവർക്ക് കൈവരുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. പോയ വർഷങ്ങളിൽ ഏർപ്പെട്ട
പണഞ്ഞൊരുക്കത്തിന് അറുതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം. സാമ്പത്തികമായിട്ട് ഈ വർഷം ഒരു അത്യുന്നതി തന്നെ പ്രാപിക്കാൻ പോവുകയാണ് കാർത്തിക നക്ഷത്രക്കാര്. കർമ്മമേഖലയിൽ നിന്നും അവസരങ്ങളും അംഗീകാരങ്ങളും ഈ ഒരു വർഷം ഇവരെ തേടി വരുമെന്നതാണ്. ഒരുപാട് അവസരങ്ങൾ, അതിലൂടെ ധനവരവ്, ധനനേട്ടം, പുരോഗതി ഇതൊക്കെ തന്നെ കാർത്തിക നക്ഷത്രക്കാരെ ഈ ഒരു വർഷത്തിൽ തേടി വരും. പ്രണയരംഗം ശക്തിപ്പെടുകയും കുടുംബ ബന്ധത്തിൽ നിലനിന്നിരുന്ന വൈരം അവസാനിക്കുകയും ദാമ്പത്യ ഐക്യം അല്ലെങ്കിൽ ദാമ്പത്യ സുഖം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. സമൂഹത്തിൽ നിന്ന് പല പല അംഗീകാരങ്ങൾ ഈ ഒരു വർഷം ഇവർക്ക് ലഭിക്കാനിട വരും. പഠനകാര്യത്തിൽ ഉന്നതമായിട്ടുള്ള വിജയം തന്നെ കൈവരിക്കുവാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും. തുടർ പഠന യോഗ്യത കൈവരിക്കുകയും ആഗ്രഹിച്ച വിഷയം തന്നെ പഠിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അന്യദേശത്തേക്കൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉചിതമായ സമയമാണ്. തീർപ്പാക്കാത്ത ജോലികൾ ഈ ഒരു വർഷത്തിൽ ഇവർക്ക് പൂർത്തീകരിക്കുവാൻ നല്ല സമയമാണ്. പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ കൈവരുന്നതാണ്. അധിക വരുമാന സ്രോതസ്സുകൾ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നതാണ്. സന്തോഷവർദ്ധനവ് തന്നെ ഈ ഒരു വർഷം ഇവർക്കുണ്ടാകുന്നതാണ്. ബിസിനസ്സിലും കരിയറിലും ഒരു ഉയർച്ചയും ഭൗതിക സുഖങ്ങളുടെ വർധനവും ഇവർക്ക് ഈ ഒരു വർഷത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഭൂമി ലാഭം, വസ്തുവകകൾ വാങ്ങുക, വാഹനങ്ങൾ വാങ്ങുക, മനസന്തോഷം വർദ്ധിക്കുക, ഇതെല്ലാം കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഫലം പറയുന്നുണ്ട്. രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾ അവസാനിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും മടിയും അലസതയും വർദ്ധിക്കാതെ നോക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. ഏത് കാര്യവും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം നീക്കിയാൽ ഈ വർഷത്തിൽ ആഗ്രഹിച്ചുറപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം ആരംഭിക്കും. ദുർച്ചെലവുകൾ തീർച്ചയായും നിയന്ത്രിക്കേണ്ടുന്ന ഒരു സമയമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ തന്നെ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ തൊഴിലുകളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സമുണ്ടാകാൻ സാധ്യത. വ്യാഴം 1-ാം ഭാവത്തിലും ശനി 10-ാം ഭാവത്തിലും ഈ ഒരു വർഷത്തിൽ ഏറിയ കൂറും നിലകൊള്ളുന്നതിനാല് ആ ഒരു ജന്മവ്യാഴത്തിൻ്റെതായ ദോഷങ്ങൾ നീങ്ങുന്നതിന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് തെളിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മാസത്തിൽ വരുന്ന ജന്മനക്ഷത്ര ദിനത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി പേരും നാളും പറഞ്ഞ് വഴിപാട് കഴിപ്പിക്കുന്നതിലൂടെ രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. അതുപോലെ ശാസ്താക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ആഞ്ജനേയ സ്വാമി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ശനിഗ്രഹത്തിൽ നിന്നുള്ള ശുഭകരമായ ഫലങ്ങൾ നേടുന്നതിന് ഇവരെ സഹായിക്കുന്നതാണ്. അനാവശ്യ കാര്യങ്ങളിൽ ഒന്നും തന്നെ ചെന്ന് ചാടാതെ സൂക്ഷിക്കുക. പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ തൊഴിലിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി നീങ്ങിപ്പോകുന്നതാണ്. അനാവശ്യ ഭാഷണത്തിലൂടെ മറ്റുള്ളവരുടെ ശത്രുത പിടിച്ചുപറ്റാതെ സൂക്ഷിക്കണം. തീർച്ചയായും പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ സാമ്പത്തികമായ ഉയർച്ചയും തൊഴിലിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളും നീങ്ങി ജീവിതം കൂടുതൽ ഐശ്വര്യപ്രദമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മകയിരം നക്ഷത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വർഷാരംഭം ഗുണകരമാണ്. അതുപോലെ സാമ്പത്തിക വിജയം, തൊഴിലിൽ നിന്ന് വരുമാനം ഇതൊക്കെ സിദ്ധിക്കുന്നതാണ്. തൊഴിലാകാത്തവർക്ക് വർഷാരംഭത്തിൽ തന്നെ ആ ഒരു തൊഴിലൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. തുടർന്ന് വന്ന ആ ഒരു ഗൃഹനിർമ്മാണമൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. പക്ഷെ വർഷമധ്യത്തോടു കൂടി ഒരു സാമ്പത്തിക ഞെരുക്കം നിങ്ങൾക്കുണ്ടാകും. അത് കണ്ടറിഞ്ഞ് തുടക്കത്തിൽ തന്നെ പ്രവർത്തിക്കുക. തൊഴിൽ രംഗത്ത് സമാധാനക്കുറവും അസ്വസ്ഥതകളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്താക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഉചിതമായ വഴിപാടുകൾ ചെയ്യുക. ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനവും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ നെയ്വിളക്കും വഴിപാട് സമർപ്പിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള മറ്റു വഴിപാടുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുകയോ വ്യാഴാഴ്ച ദിവസം ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ കഴിക്കുന്നതോ ഗൃഹ ഐശ്വര്യവും ശാന്തിയും ജീവിത ഉയർച്ചയും ഉണ്ടാകുന്നതിന് കാരണമായി തീരും. ശനിയാഴ്ച തോറും ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജന വഴിപാട് തുടങ്ങി വഴിപാടുകൾ കഴിപ്പിക്കുന്നത് ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യം, ശാന്തി, സമാധാനം ഇവ കൈവരുന്നതിന് സഹായിക്കും. ബന്ധുക്കളുമായിട്ട് വാക്കേറ്റങ്ങളൊന്നും ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക. വർഷമധ്യത്തിൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ തോന്നിയാൽ ആരംഭത്തിൽ തന്നെ ചികിത്സിക്കുവാൻ മടിക്കരുത്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. കർമ്മ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു സമയത്തിലൂടെയാണ് തിരുവാതിര നക്ഷത്രം കടന്നു പോകുന്നത്. സാമ്പത്തികപരമായിട്ട് ചിലവാക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് തിരുവാതിരയെ സംബന്ധിച്ചിടത്തോളം. വാക്കുകൾ ശ്രദ്ധയോടെ പൊതുമധ്യത്തിൽ ഉപയോഗിക്കുന്നത് പല ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഇവരെ സഹായിക്കും. തൊഴിൽ, ബിസിനസ് എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു സമയമാണ്. ശനി ചാരവശാൽ 9-ലും വ്യാഴം 12-ാം ഭാവത്തിലും വർഷത്തിൽ ഏറിയ കൂറും നിലനിൽക്കുന്ന ഒരു സമയമാണ്. മടിയും അലസതയും മാറ്റിവെച്ച് കർമ്മോത്സുകനായി ഉണർന്നു പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്ന് പറയണം. വ്യക്തിബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാക്കാതെ സംയമനം പാലിക്കേണ്ടുന്ന ഒരു സമയമാണ്. ശാസ്താക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ആഞ്ജനേയ സ്വാമി ക്ഷേത്രങ്ങളിലും ശനി പ്രീതിക്കായിട്ട് നീരാഞ്ജന വിളക്കോ ഉചിതമായ പരിഹാര കർമ്മങ്ങളോ ചെയ്യുന്നതിലൂടെ ശനിയുടെ ദോഷദൃഷ്ടി ഇവരിൽ നിന്ന് അകന്നു പോകുന്നതാണ്.
വ്യാഴാഴ്ച തോറും അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ജന്മദിനം വരുന്ന ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലോ എത്തി പേരും നാളും പറഞ്ഞ് പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ എല്ലാവിധ മംഗളങ്ങളും തിരുവാതിര നക്ഷത്ര ജാതർക്ക് കൈവരുന്നതാണ്. ഭാഗ്യാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഇവർക്ക് ഇതിലൂടെ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കുവാൻ ഇതിലൂടെ സാധിക്കും. തൊഴിൽ പുരോഗതി ഉണ്ടാകും. അതുപോലെ മടി നീക്കി പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനും പൂർത്തീകരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. അടുത്തതായി പുണർദം നക്ഷത്രമാണ്. ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു വിഷുവർഷത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നത്. വർഷാരംഭത്തിൽ ചെറിയ തടസ്സങ്ങളൊക്കെ നേരിട്ടാലും ഈ ഒരു വർഷത്തിന്റെ തുടർന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടർന്ന് ഏറ്റെടുത്ത് പ്രവർത്തിച്ച് പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ്. കർമ്മമേഖലയിൽ പലതരത്തിലുള്ള അംഗീകാരങ്ങളും അതുപോലെ തന്നെ അതിലൂടെയുള്ള ധന വർധനവും ഉണ്ടാകുന്നതാണ്. വരുമാനത്തിലൊക്കെ ഉയർച്ച ഉണ്ടാകും. അതുമൂലം കടങ്ങളെല്ലാം തന്നെ വീട്ടുവാനും സാധിക്കുന്നതാണ്. ദീർഘകാലമായിട്ട് ശത്രുതയിൽ കഴിഞ്ഞിരുന്നവരൊക്കെ തന്നെ അനുകൂല അവസ്ഥയിലേക്ക് വരുന്നതാണ്. എന്നിരുന്നാലും സൽപ്പേരിന് കളങ്കം തട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ശാസ്താക്ഷേത്രങ്ങൾ ദർശനം നടത്തുകയും ശാസ്താവിന് നീരാഞ്ജന വഴിപാട് സമർപ്പിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടവും ധന പുരോഗതിയും നേടിത്തരും എന്നുള്ളതാണ്. ശാസ്താക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും മുടങ്ങാതെ ദർശനം ചെയ്യുക. അഭീഷ്ട സിദ്ധി, അതുപോലെ തന്നെ സ്ഥാനപ്രാപ്തി, വിവാഹാദി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങിപ്പോവുക, ധനവരവ് മെച്ചമാകുക, വസ്ത്രലാഭം ഉണ്ടാകുക, ഭൂമിയിൽ ലാഭം ഉണ്ടാകുക, ഇതൊക്കെ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളാണ്. പുതിയ പുതിയ അവസരങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ കൈവരുന്നതാണ്. ആത്മീയമായിട്ടുള്ള ഉന്നതി കൈവരിക്കുവാൻ സാധിക്കും. ആത്മീയ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് താല്പര്യം ജനിക്കും. ഈശ്വരാധീനം വർദ്ധിക്കും. പലപ്പോഴും ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരികയും ഭൗതിക സുഖങ്ങളുടെ വർധനവ് ഉണ്ടാകുകയും ചെയ്യും. സാമ്പത്തിക രംഗം പഴയതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടുന്നതാണ്. ആരോഗ്യരംഗം പൊതുവെ ശോഭനമായിരിക്കും എന്നുള്ളതാണ്. പൂർവിക സ്വത്തുക്കളിൽ നിന്നിട്ട് ആനുകൂല്യം ലഭിക്കും. അതുപോലെ തന്നെ സമൂഹത്തിൽ ബഹുമാനവും വർദ്ധിക്കുന്നതാണ്. വാഹനങ്ങളും യന്ത്രങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ അല്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ട് കലഹത്തിലൊന്നും ഏർപ്പെടാണ്ട് സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ് പുണർദം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ. പൂയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ വളരെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹങ്ങൾ ഈ ഒരു വർഷം ഇവർക്ക് ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിലനിന്നിരുന്നത് ഈ ഒരു വർഷത്തിൽ അവസാനിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് ഏർപ്പെട്ടിരുന്ന തടസ്സങ്ങൾ മാറി സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏറെ കാലമായിട്ട് തൊഴിലൊന്നും ശരിയാകാതെ നിന്നവർക്ക് ആ ഒരു തൊഴിൽ നേടുവാനുള്ള അവസരമാണ് വരാൻ പോകുന്നത്. ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ ഇവർ എത്തപ്പെടുന്നതാണ്. അതിലൂടെ സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഇവർ കയ്യെത്തിപ്പിടിക്കും. ലേലത്തിലിരുന്ന വസ്തുവകകൾ, ഗൃഹം ഇവ തിരികെ വാങ്ങുന്നതാണ്. സാമ്പത്തികമായിട്ട് ഏറെ ഉന്നതി പ്രാപിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഇവരുടെ കടന്നുപോക്ക്. വിവാഹകാര്യത്തിൽ ഈ ഒരു വർഷത്തിൽ തന്നെ തീരുമാനം ആകുന്നതാണ്. അതുപോലെ തന്നെ പ്രണയരംഗം ശോഭിക്കും എന്നതാണ്. ശാസ്താക്ഷേത്രങ്ങൾ മുടങ്ങാതെ ദർശനം ചെയ്യുക. ശനി ജാരവശാൽ ഏറിയ കൂറും 8ാം ഭാവത്തിൽ നിൽക്കുന്ന ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ശാസ്താക്ഷേത്രം, ആഞ്ജനേയ സ്വാമി ക്ഷേത്രം, ശിവക്ഷേത്രം എന്നിവ ദർശനം നടത്തുകയും അതുപോലെ തന്നെ നീരാഞ്ജന വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുക. കാക്കകൾക്ക് എള്ള് കലർന്ന ഭക്ഷണം ദാനമായി നൽകുകയും ശനി പ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുന്നത് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും നേടിത്തരും. ഇതിലൂടെ സന്തോഷ വർധനമുണ്ടാകുകയും കടം, വായ്പ എന്നിവയിൽ നിന്ന് മോചനം സിദ്ധിക്കുകയും ചെയ്യുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും പുരോഗതിയും പലവിധ നേട്ടങ്ങളും ശനിപ്രീതിയിലൂടെ ജീവിതത്തിൽ വരുന്നതാണ്. രോഗദുരിതങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നതിൽ നിന്ന് ആശ്വാസം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. മനസ്സുഖക്കുറവ് ഏർപ്പെട്ടിരുന്നതിൽ അയവ് വന്ന് സന്തോഷമൊക്കെ ഉണ്ടാകുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ കൈയടക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രമാണ് ആയില്യം. ഒരുപാട് സൗഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായി ആയില്യം നക്ഷത്രക്കാരെ തേടി വരുന്നതാണ്. പദവിയും അംഗീകാരവും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ മംഗളകരമായ വാർത്തകൾ സംഭവിക്കും. പുത്തൻ ഗൃഹം വാങ്ങും. അതുപോലെ തന്നെ പുതിയ വീട് നിർമ്മിക്കുകയോ പഴയ വീട് പുതുക്കി പണിയുകയോ ചെയ്യുന്നതാണ്. നീണ്ടുപോയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. വാഹനങ്ങൾ, വസ്തുവകകൾ ഇവയൊക്കെ തന്നെ ജീവിതത്തിൽ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ഈശ്വരാധീനമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. തീർത്ഥയാത്രകളിലൊക്കെ പങ്കെടുക്കും. വളരെ നാളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ആ ഒരു ദുരിതങ്ങൾക്കൊക്കെ ഇറക്കം ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തന്നെ ആരംഭിക്കാൻ പദ്ധതി ഉണ്ടാകും. കോടതി വ്യവഹാരങ്ങളിലൊക്കെ അകപ്പെട്ടിരുന്നു എങ്കിൽ അതിൽ നിന്നൊക്കെ വിജയം ഇവർക്ക് ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുകയോ പഴയ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുകയോ ചെയ്യും. സമൂഹത്തിൽ ആ ഒരു ബഹുമാനമൊക്കെ ഇവർക്ക് ലഭിക്കും. ആജ്ഞാശക്തി വർദ്ധിക്കും. മറ്റുള്ളവരുടെ ആദരവിന്
മാത്രമായിട്ട് ഭവിക്കുന്നതാണ്. ഇവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ശനിയാഴ്ച തോറും ശിവക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലോ എത്തി നീരാഞ്ജന വിളക്ക് സമർപ്പിക്കുക, അല്ലെങ്കിൽ ശനിക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ അവസാനിച്ച് ഈ ഒരു ശുഭഫലം വളരെ വേഗത്തിൽ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ അലസതയും മടിയും ഒക്കെ മാറുവാനും ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായി അകന്ന് ആരോഗ്യം സിദ്ധിക്കുന്നതിനും ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങൾ നീങ്ങിപ്പോയി അവർ കുടുംബ മനസ്സമാധാനമൊക്കെ വളരെ വേഗത്തിൽ തിരിച്ചു വരുന്നതിനും ഈ ഒരു വഴിപാട് കഴിപ്പിക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രത്തിനും ശുഭകരമായ ഒരു സമയത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഉയർന്ന തൊഴിലും വരുമാനവും ഈ ഒരു കാലയളവിൽ സിദ്ധിക്കുന്നതാണ്. ധനപരമായിട്ട് വളരെയധികം മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ വർത്തമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പ്രണയബന്ധമൊക്കെ ശക്തിപ്പെടുന്ന സമയമാണ്. മുടങ്ങിക്കിടന്നിരുന്ന വിവാഹകാര്യം മംഗളകരമായിട്ട് തന്നെ നടക്കാൻ പോകുകയാണ്. വളരെ കാലമായി നേടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പോകുന്ന സമയമാണ് ഈ ഒരു മകം നക്ഷത്രത്തിനെ സംബന്ധിച്ചുള്ള ഈ ഒരു വിഷു വർഷം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച, അതുപോലെ ജോലി ആകാത്തവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുക, ഇതുവരെ അലട്ടിയിരുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് അറുതി ഉണ്ടാകുക, മനസ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുക, ഇതൊക്കെ മകം നക്ഷത്രക്കാർക്ക് പറയപ്പെടുന്ന ഫലങ്ങളാണ്. എന്നിരുന്നാലും ശനി 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ പല വിധത്തിൽ അലച്ചിലുകൾ പലപ്പോഴും സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ മടിയും അലസതയും ഒരു മന്ദതയും ചിലപ്പോഴെങ്കിലും അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ശിവക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ ശാസ്താക്ഷേത്രത്തിലോ നീരാഞ്ജന വിളക്ക് സമർപ്പിക്കുന്നത് ഗുണം ചെയ്യും. വ്യാഴം 10-ാം ഭാവത്തിൽ ഇവര് വിഷുവർഷം ഏറിയ കൂറും നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്ഥാനചലനം ഉണ്ടാകുന്നതാണ്. വസിക്കുന്നിടം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറി പാർക്കുക, തൊഴിലിൽ സ്ഥാനമാറ്റം ഉണ്ടാകുക, അതുപോലെ തന്നെ മടി, അലസത ഇതൊക്കെ വർദ്ധിക്കുക ഇത്യാദി ഫലങ്ങളും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് അതുമല്ലെങ്കിൽ പുഷ്പാഞ്ജലി ഇവയെല്ലാം കഴിക്കുന്നതിലൂടെ വ്യാഴത്തിൻ്റെതായ ശുഭഫലങ്ങൾ ഇവരെ തേടി വരുന്നതാണ്. അത് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും സന്താനയോഗവും കർമ്മരംഗത്ത് കൂടുതൽ അഭിവൃദ്ധി, ഉയർച്ച ഇവയെല്ലാം മകം നക്ഷത്രക്കാർക്ക് സിദ്ധിക്കുന്നതാണ്. പൂരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷുവർഷത്തിൽ പലതരത്തിലുള്ള വിജയങ്ങൾ പൂരം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നുണ്ട്. പുതിയ തൊഴിൽ ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ്. അതിലൂടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഒരു ഉത്തമ സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾ മാറിപ്പോകുന്നതാണ്. എന്നിരുന്നാലും ശാസ്ത ക്ഷേത്രങ്ങളിൽ നീരാഞ്ജന വിളക്ക്, അതുപോലെ ശിവക്ഷേത്രത്തിൽ ജലധാര, ശിവന് പ്രീതികരമായിട്ടുള്ള മറ്റു വഴിപാടുകൾ, ഇത്തരം വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ തൊഴിലിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ നീങ്ങിപ്പോയി ആ ഒരു തൊഴിൽ വളരെ വേഗത്തിൽ നമുക്ക് സിദ്ധിക്കുന്നതാണ്. അതുപോലെ നഷ്ടപ്പെട്ട മനസ്സമാധാനം വളരെ വേഗത്തിൽ തിരിച്ചു കിട്ടുന്നതിനും ഇത് നമ്മെ സഹായിക്കുന്നതാണ്. കുടുംബത്തിൽ ഏർപ്പെട്ടിരുന്ന കലഹമൊക്കെ വളരെ വേഗത്തിൽ ഇതിലൂടെ മാറിപ്പോകും. പണവരവിൽ ഏർപ്പെട്ടിരുന്ന തടസ്സങ്ങൾക്ക് ഈ വഴിപാടുകൾ വളരെ ഗുണം ചെയ്യുന്നതാണ്. ജന്മനക്ഷത്രം വരുന്ന ദിനങ്ങളിലോ അതുമല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി നെയ്വിളക്ക് വഴിപാട് കഴിപ്പിക്കുകയോ പുഷ്പാഞ്ജലി വഴിപാട് കഴിപ്പിക്കുകയോ മറ്റ് മഹാവിഷ്ണുവിന് പ്രീതികരമായ വഴിപാട് സമർപ്പിക്കുന്നതിലൂടെ വരുമാനത്തിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വർധനമുണ്ടാകുന്നതാണ്. വ്യാപാരത്തിൽ നിന്നും തൊഴിലിൽ നിന്നും സാമ്പത്തികമായ ലാഭവും ഉയർച്ചയുണ്ടാകും. പുതിയ സ്ഥാനമാനങ്ങൾ സിദ്ധിക്കുന്നതാണ്. ജീവിതത്തിൽ സന്തോഷ വർത്തമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും ഭൂമി ലാഭവും സ്വർണ്ണാഭരണങ്ങൾ, സന്താന സൗഭാഗ്യം, പഠന മികവ്, ഈശ്വരാനുഗ്രഹം എന്നിവ പൂരം നക്ഷത്ര ജാതർക്ക് സിദ്ധിക്കുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതരുടെ ആ ഒരു സമ്പൂർണ്ണ വിഷുഫലമാണ്. ഇവർക്ക് ഈ ഒരു വിഷു വർഷത്തിൽ സ്ഥിരമായ ജോലി ലഭിക്കുന്നതാണ്. വരുമാനത്തിൽ തന്മൂലം വർധനവും ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കും. വിഷു വർഷത്തിന്റെ ആരംഭ കാലയളവിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുമെങ്കിലും തുടർന്ന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉത്രം നക്ഷത്ര ജാതർക്ക് ലഭിക്കും എന്നുള്ളതാണ്. പുതിയ വസ്തുവും ഗൃഹവും ഇവർക്ക് വാങ്ങുവാൻ സാധിക്കുന്നതാണ്. നിലവിൽ വസ്തുപരമായിട്ട് തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുവെങ്കിൽ അത് തനിക്ക് അനുകൂലമായിട്ട് ഭവിക്കുന്നതാണ്. പിന്നെ പറഞ്ഞതുപോലെ പുതിയ ഗൃഹം വെക്കുകയോ പഴയ ഗൃഹം മോടി പിടിപ്പിക്കുകയോ ചെയ്യുന്നതാണ്. തീർത്ഥയാത്രകളൊക്കെ നടത്തുവാൻ ഇവർക്ക് സൗഭാഗ്യം ഉണ്ടാകും. വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയുണ്ടാകും. അതുപോലെ ആഗ്രഹിച്ച തൊഴിൽ ഇവർക്ക് ലഭിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് സ്ഥാനമാനങ്ങൾ ഇവർക്ക് സിദ്ധിക്കുന്നതാണ്. അതുപോലെ ബഹുമതികൾ ഇവർക്ക് വന്നു ചേരും. ആദരവിന് പാത്രീഭവിക്കും. തൊഴിലാകാത്തവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതാണ്. അതുപോലെ ആജ്ഞാശക്തി വർദ്ധിക്കും. ബഹുമാനം ഇവർക്ക് സിദ്ധിക്കുന്നതാണ്. പാതുവഴിയിൽ മുടങ്ങിപ്പോയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ ഇവരെ പൂർത്തീകരിക്കും. ഇവരുടെ ആസൂത്രണങ്ങളും പദ്ധതികളും ഒക്കെ തന്നെ വിജയത്തിലെത്തും. പഠനത്തിൽ മികവുണ്ടാകും. ദീർഘകാലമായിട്ട് അനുഭവിച്ചു വന്ന രോഗദുരിതങ്ങളും കഷ്ടപ്പാടും
വഴിപാടുകളും ഒക്കെ തന്നെ നീങ്ങിപ്പോകും. മനസ്സന്തോഷം അതിലൂടെ വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. അതുപോലെ തന്നെ പദവികൾ തേടിയെത്തും. കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എങ്കിൽ അവയിൽ നിന്നെല്ലാം അനുഭവങ്ങൾ ലഭിക്കും. പണം സമ്പാദിക്കാനുള്ള വലിയ അവസരങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ്. ഭൗതിക സുഖവർദ്ധനമുണ്ടാകും. തീർപ്പാക്കാത്ത ജോലികൾ പൂർത്തീകരിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് വളരെ ഒരു ഉന്നതി തന്നെ ഉത്രം നക്ഷത്ര ജാതർക്ക് കൈവരുന്നതാണ്. ഉത്രം നക്ഷത്ര ജാതരുടെ ആ ഒരു ഫലത്തിലേക്ക് പോകുമ്പോൾ വാക്കുകളിൽ മിതത്വം പാലിക്കേണ്ടുന്ന ഒരു സമയമാണ്. ബന്ധുക്കളും ശത്രുക്കളാകാൻ സാധ്യതയുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ട് ഒരു അത്യുന്നതി തന്നെ ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുമെന്നതാണ്. കടബാധ്യതകളൊക്കെ തന്നെ പൂർണ്ണമായി വീടിപ്പോകുമെന്നതാണ്. അതുപോലെ ഭാഗ്യപുഷ്ടി ഉണ്ടാകും. സർവ്വവിധ സൗഭാഗ്യവും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ധനലാഭം ഉണ്ടാകും. ദാമ്പത്യ ജീവിതമൊക്കെ ഏറ്റവും സുഖസുന്ദരമാകും. ആജ്ഞാശക്തി വർദ്ധിക്കും. അതുപോലെ സമൂഹത്തിൽ നിലയും വിലയും വർദ്ധിക്കുന്നതാണ്. സാമർഥ്യം കൊണ്ട് എന്തും കീഴടക്കാൻ അത്തം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. പലവിധ സുഖങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കും. ശത്രുക്കളെയൊക്കെ അമർച്ച ചെയ്ത് ശത്രു വിജയം നേടുന്നതാണ്. രോഗശാന്തി നേടുന്നതിലൂടെ ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന അസുഖങ്ങളൊക്കെ തന്നെ മാറിപ്പോകുന്നതാണ്. ഇറങ്ങിത്തിരിച്ച വഴിക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കരിയർ, ബിസിനസ് ഇതിലൊക്കെ തന്നെ മിന്നുന്ന വിജയം കാഴ്ചവെക്കും. വിവാഹമാകാത്തവർക്ക് വിവാഹത്തിനൊക്കെ വളരെ ഉത്തമമായ സമയമാണ്. സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും. വളരെ നാളായി അനുഭവിച്ച ആ ഒരു ദുരിതങ്ങളൊക്കെ നീങ്ങുന്ന അവസ്ഥയിലേക്കാണ് സമയം നീങ്ങുന്നത്. അതുപോലെ തന്നെ മനസ്സന്തോഷം വർദ്ധിക്കും. രാഷ്ട്രീയത്തിലൊക്കെ വിജയം കൈവരിക്കുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കും. തൊഴിൽ പുരോഗതി ഉണ്ടാകും. തൊഴിൽ തേടുന്ന ആളുകൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. പഴയ തൊഴിലിരിക്കുന്നവർക്ക് പ്രമോഷൻ ലഭിക്കുന്നതാണ്. അത്തം നക്ഷത്ര ജാതരെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു സമയത്തിലൂടെ തന്നെ കടന്നു പോകുന്നു എന്ന് വേണം പറയാം. ചിത്ര നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ചിത്ര നക്ഷത്രക്കാർ കടക്കുന്നത്. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആഗ്രഹങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുവാൻ ഈ ഒരു വിഷുവർഷത്തിനുള്ളിൽ അവർക്ക് കഴിയുന്നതാണ്. തൊഴിൽപരമായിട്ട് നിലനിന്നിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും അവസാനിക്കുന്നതാണ്. തൊഴിലൊന്നും ആകാതിരുന്നവർക്ക് പുതിയ തൊഴിൽ സിദ്ധിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ തന്നെ ശുഭകരമായ വാർത്തകൾ ഇവരെ തേടിവരും. ദാമ്പത്യ ബന്ധം കൂടുതൽ സുദൃഢമാകും. പ്രണയരംഗമൊക്കെ ശക്തിപ്പെടും. ഈശ്വരാധീനം വർദ്ധിക്കും. തന്മൂലം ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന രോഗദുരിതങ്ങളെല്ലാം അകന്നുപോയി മനസ്സന്തോഷം ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. പലവിധ സുഖങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇറങ്ങിത്തിരിച്ച കാര്യങ്ങൾക്കൊക്കെ തന്നെ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ശത്രുനാശം സംഭവിക്കുന്നതാണ്. ധനപുരോഗതി ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ സുഖം, അതുപോലെ തന്നെ ആജ്ഞാശക്തി, സാമർഥ്യം, സർവ്വവിധ സൗഭാഗ്യങ്ങൾ ചിത്ര നക്ഷത്രക്കാർക്ക് കൈവരാനായിട്ട് പോകുന്നു. സ്വർണ്ണാഭരണങ്ങൾ, ബന്ധുക്കളിൽ നിന്നുള്ള സഹായം, ഭാഗ്യപുഷ്ടി, ഭൂമി ലാഭം, സന്താന സൗഭാഗ്യം തുടങ്ങിയവ ചിത്ര നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും മികച്ച ഒരു സമയത്തിലേക്കാണ് ചിത്ര നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. ചോദ്യ നക്ഷത്രക്കാരുടെ ആ ഒരു ഫലങ്ങളിലേക്ക് പോകുമ്പോൾ സാമ്പത്തികമായിട്ട് നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചു കാലത്തേക്ക് കൂടി നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കാതെ നോക്കണം. അതുപോലെ മടിയും അലസതയും വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ കഴിക്കുന്നതിലൂടെ ഒരുപാട് അരിഷ്ടതകൾ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുമെന്നുള്ളതാണ്. ശാസ്താവിന് നീരാഞ്ജന വിളക്ക്, ശിവക്ഷേത്രങ്ങളിൽ ജലധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധികൾ ഈ ഒരു വർഷത്തിൽ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് ബഹുമതികൾ ഇവരെ തേടി വരും. അതുപോലെ വരുമാനം വർദ്ധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. അതുപോലെ കുടുംബജീവിതം ഏറ്റവും മികച്ചതായി തീരും. നീണ്ടുപോയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുവാൻ അവർക്ക് സാധിക്കുന്നതാണ്. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഇതിലൂടെ കൈവരും. സന്താന സൗഭാഗ്യം ലഭിക്കും. ബന്ധുക്കളിൽ നിന്നുള്ള നേട്ടങ്ങൾ വർദ്ധിക്കും. പഠന തടസ്സമൊക്കെ ഇതിലൂടെ നീങ്ങിപ്പോകുന്നതാണ്. വളരെ നാളായിട്ട് അനുഭവിച്ചിരുന്ന ആ ഒരു ദുരിത ജീവിതമൊക്കെ മാറി അകന്ന് ഏറ്റവും ഐശ്വര്യപൂരിതമായ ജീവിതത്തിലേക്ക് പോകുന്നതിന് ഈ വഴിപാടുകൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. പണം സമ്പാദിക്കുന്നതിനുള്ള വലിയ വലിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ജോലിയിൽ നിങ്ങൾക്ക് തിളങ്ങുവാൻ സാധിക്കുകയും ചെയ്യും. അധിക വരുമാന സ്രോതസ്സുകൾ ലഭിക്കും. സന്തോഷ വർധനവുണ്ടാകും. സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉന്നതിയും ഉണ്ടാകും. ആരോഗ്യകാര്യത്തിലൊക്കെ പ്രത്യേകമായ ഒരു ശ്രദ്ധ വെച്ചു പുലർത്തുക. എന്നിരുന്നാലും ആരോഗ്യ രംഗത്ത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ അഭിവൃദ്ധിപ്പെടും. തീർപ്പാകാതെ ജോലികൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കത് ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. പ്രശംസകളും അംഗീകാരങ്ങളും ചോദ്യ നക്ഷത്രക്കാരെ തേടി വരുന്നതാണ്. വിശാഖം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ സമയം തന്നെയാണ്. തൊഴിൽപരമായി ഏർപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ അകലും. സാമ്പത്തികമായിട്ട് ഇപ്പോഴുള്ളതിനേക്കാൾ അഭിവൃദ്ധിപ്പെടും. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ശിവക്ഷേത്രങ്ങളിൽ ശിവഭഗവാന് കൂവളമാല, ജലാഭിഷേകം ഇവ നടത്തുകയും അതുപോലെ തന്നെ ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജന വിളക്ക് തെളിക്കുന്നതും ജീവിതത്തിൽ കൂടുതൽ
സൗഭാഗ്യങ്ങൾ നേടിത്തരുന്നതിന് വഴിതെളിക്കും. അതുപോലെ വ്യാഴാഴ്ച ദിവസമോ ജന്മനക്ഷത്രം വരുന്ന ദിവസമോ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിന്റെ മറ്റ് അവതാര ക്ഷേത്രങ്ങളിലോ ചെല്ലുകയും ഭഗവാനെ കണ്ടു തൊഴുത് പ്രീതികരമായ വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. ശത്രുക്കൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനും ഭൗതിക സുഖങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരും. വായ്പകൾ, കടം എന്നിവയിൽ നിന്ന് പൂർണ്ണമായ മോചനം ഉണ്ടാകും. സന്തോഷവർദ്ധനവുണ്ടാകും. കുടുംബ സമാധാനം വർദ്ധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. അതുപോലെ തന്നെ പല പല നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയും പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും. ജീവിതത്തിൽ സന്തോഷ വാർത്തകൾ ഉണ്ടാകും. കരിയർ, ബിസിനസ് തുടങ്ങിയവ മികച്ചതായി തീരും. ഭൂമി, വസ്തുവകകളൊക്കെ തന്നെ വാങ്ങിക്കൂട്ടും. തീർത്ഥയാത്രകളിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ കടങ്ങളൊക്കെ വീടിപ്പോകുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ അപ്രതീക്ഷിതമായ ധനനേട്ടവും പുരോഗതിയും വിശാഖം നക്ഷത്രക്കാർക്ക് ഇതിലൂടെ സിദ്ധിക്കുന്നതുമാണ്. തീർച്ചയായും ഈ പറഞ്ഞ വഴിപാടുകൾ ജീവിതത്തിൽ ചെയ്യുക. അനിഴം നക്ഷത്ര ജാതരുടെ ആ ഒരു ഫലം: ഇവരുടെ കർമ്മരംഗം പുഷ്ടിപ്പെടും. ആഗ്രഹിച്ച തൊഴിലൊക്കെ ലഭിക്കും. ശമ്പള വർധനമുണ്ടാകും. വിവാഹകാര്യത്തിൽ മംഗളകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് ശുഭകരമായ സമയമാണ്. വിദ്യാഭ്യാസം കൊണ്ട് നേട്ടമുണ്ടാകും. പരീക്ഷകളിൽ ഉന്നതമായ വിജയം തന്നെ കൈവരിക്കും. പല അംഗീകാരവും ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. സൽക്കർമ്മങ്ങൾക്കായിട്ടുള്ള യാത്രകൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ വിഷുവർഷം നടത്തും. അതുപോലെ തന്നെ തീർത്ഥയാത്രകൾ നടത്തുവാൻ ഇവർക്ക് ഭാഗ്യം സിദ്ധിക്കും. വിചാരിക്കുന്ന ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കും. ബുദ്ധി വർധനമുണ്ടാകും. ധനവരവുണ്ടാകും. വരുമാനം വർദ്ധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. കുടുംബജീവിതം മികച്ചതാവും. കരിയറും ബിസിനസ്സും ഒക്കെ തന്നെ മികച്ചതായി തീരും. അവിവാഹിതർക്ക് വിവാഹാദി മംഗള ലബ്ധി ഉണ്ടാകുന്നതാണ്. ആസൂത്രണങ്ങൾ വിജയിക്കുന്നതാണ്. വസ്തുവകകൾ വാങ്ങിക്കൂട്ടും. ബന്ധുക്കളിൽ നിന്ന് സൗഭാഗ്യം ഉണ്ടാകും. സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും. വ്യാപാരത്തിൽ നിന്ന് ലാഭം ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാലും ചെറിയ മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലവുകൾ വർദ്ധിക്കാം. അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്താതെ ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വേണം. അതുപോലെ ബന്ധുക്കളുടെ ആരോഗ്യത്തിലും പ്രത്യേകമായ ശ്രദ്ധ വേണം. അനിയന്ത്രിതമായ ചിലവുകളെ പിടിച്ചു നിർത്തുക. ഈ സൗഭാഗ്യങ്ങൾക്കിടയിൽ ചെറിയ ദോഷങ്ങൾ അകന്നു പോകുന്നതിന് ശാസ്താക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ആഞ്ജനേയ സ്വാമി ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ കഴിക്കാം. ശിവക്ഷേത്രങ്ങളിൽ ജലധാരയും കൂവളമാലയും സമർപ്പിക്കുക. അതുപോലെ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം ശനിയാഴ്ച തോറും കൊളുത്തി വരിക. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം മാറിപ്പോയി ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ശാന്തിയും ഐശ്വര്യവും ധനവരവും പുരോഗതിയും ഒക്കെ തന്നെ അനിഴം നക്ഷത്രക്കാർക്ക് വർദ്ധിക്കുന്നതാണ്. കേട്ട നക്ഷത്രത്തിന്റെ വിഷുഫലത്തിലേക്ക് വരുമ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷുവർഷം ഇവർക്ക് നിറവേറ്റുവാൻ സാധിക്കും. ദീർഘകാലം മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുന്നതാണ്. അതുപോലെ പുതിയ സാമ്പത്തിക മേഖലകൾ തുറന്നു കിട്ടും. അതിലൂടെ വരുമാന വർധനം ഉണ്ടാകുന്നതാണ്. വീട്, വാഹനം, ആഭരണം തുടങ്ങിയ സകല സുഖഭോഗ വസ്തുക്കളും ഇവർക്ക് ഈ ഒരു വിഷുവർഷത്തിൽ ലഭിക്കുന്നതാണ്. ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുവാൻ സാധിക്കും. യാത്രകളിലൂടെ ജീവിതത്തിൽ ഗുണമുണ്ടാകുകയും ചെയ്യും. മുറിഞ്ഞുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തീർത്ഥയാത്രകൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കും. വിവാഹമൊന്നും ഉറയ്ക്കാത്തവർക്ക് വിവാഹം ലബ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുത്ര സൗഭാഗ്യം ഉണ്ടാകുന്നതാണ്. സന്താന ദുരിതം അകന്നു പോകുന്നതാണ്. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. പരീക്ഷയിൽ മിന്നുന്ന വിജയം ഇവർക്ക് നേടുവാൻ സാധിക്കും. ധനധാന്യ വർധനവും ദാരിദ്ര്യം ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നിരുന്നാലും ശാസ്താക്ഷേത്രത്തിൽ ശനിദോഷത്തിന് വേണ്ടി നീരാഞ്ജന വിളക്ക് സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ഇതിലൂടെ മനോദുഃഖം അകന്നുപോകും. ഉണ്ടാകാൻ പോകുന്ന ധനനഷ്ടവും അതുപോലെ ദുർച്ചിലവുകളെയും ഇതിലൂടെ പിടിച്ചു കിട്ടുവാൻ സാധിക്കുന്നതാണ്. ശത്രുശല്യം ഒഴിഞ്ഞു പോകുന്നതിനും ജീവിതത്തിൽ നിന്ന് ദുരിതം അകലുന്നതിനും ശനീശ്വരനായ ശാസ്താവിന് നീരാഞ്ജന വിളക്ക് സമർപ്പിക്കുക. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷുവർഷം ഏറ്റവും ശുഭകരമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവർക്ക് പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ കൈവരും. ജോലിയിൽ തിളങ്ങുക തന്നെ ചെയ്യും. കടത്തിൽ നിന്ന് മോചനം ഉണ്ടാകും. സന്തോഷ വർധനമുണ്ടാകും. പ്രയാസമേറിയ ജോലികൾ പോലും ഇതിലൂടെ എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. മടിയും അലസതയും ഒക്കെ തന്നെ മാറിപ്പോകുന്നതാണ്. മൂലം നക്ഷത്ര ജാതരുടെ ആ ഒരു വിഷുഫലം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശുഭകരമായ ആ ഒരു സമയം എന്ന് തന്നെ ഇവർക്ക് പറയുവാൻ സാധിക്കും. ശുഭകരമായ ഒരു സമയമാണ് വരാൻ പോകുന്നത്. കർമ്മരംഗത്ത് ശോഭ വർദ്ധിക്കുന്ന ആ ഒരു സമയത്തിലേക്ക് കടന്നു പോകാൻ പോകുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാ പരിതാപകരമായ അവസ്ഥകളും മാറുവാൻ പോകുകയാണ്. ഉന്നതമായ പദവി തൊഴിലിൽ കൈവരിക്കും. സാമ്പത്തികമായ ഞെരുക്കം മാറുന്നതാണ്. വിവാഹയോഗം ഉണ്ടാകും. അതുപോലെ തന്നെ പ്രണയരംഗമൊക്കെ ശക്തിപ്പെടും. പുതിയ ഗൃഹം വെക്കുകയോ ഗൃഹം വാങ്ങുകയോ മോടി പിടിപ്പിക്കുകയോ ചെയ്യുന്നതാണ്. അതുപോലെ ജോലിയിൽ പുതിയ സ്ഥാനലബ്ധി ഉണ്ടാകുന്നതാണ്. നാൽക്കാലികളിൽ നിന്ന് ലാഭം ഉണ്ടാകും.
സഹോദര ഗുണം വർദ്ധിക്കും, ആരോഗ്യവർദ്ധനം ഉണ്ടാകും, അനുയായികൾ, സേവകർ എന്നിവരിൽ നിന്ന് ഇവർക്ക് ഗുണം ലഭിക്കുന്നതാണ്, ധനവർദ്ധനം ഉണ്ടാകും, ആഗ്രഹ സാധ്യം ഉണ്ടാകും, ശത്രുക്കൾക്ക് മേൽ ആധിപത്യം, അതുപോലെ തന്നെ ഭൗതിക സുഖവർദ്ധനവ്, പ്രശംസകൾ ഏറ്റുവാങ്ങും, ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് താല്പര്യം ജനിക്കും, ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും കുടുംബ സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും, രോഗങ്ങളിൽ നിന്ന് ആശ്വാസം കൈവരികയും ചെയ്യും. എന്നിരുന്നാലും ഇടയ്ക്കിടെ അസുഖങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. ചെറിയ അസുഖങ്ങൾ വന്നാൽ തന്നെ തുടക്കത്തിൽ ചികിത്സ ഏർപ്പെടുത്തുക. സുഖഭോഗങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു അനുഭവ ഗുണം ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ കൂടി ഇവർക്ക് സംജാതമാകും. അതുകൊണ്ട് എല്ലാ സുഖഭോഗങ്ങളും അനുഭവത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊളുത്തുകയും പായസ വഴിപാട് തുടങ്ങിയ നേദ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ എല്ലാവിധ ഐശ്വര്യങ്ങളും കൈവരുന്നതാണ്. ഇതിലൂടെ തൊഴിൽപരമായും വരുമാനപരമായിട്ടും നിലനിൽക്കുന്ന തടസ്സങ്ങൾ വളരെ വേഗത്തിൽ നീങ്ങിപ്പോകുന്നതിന് സാധിക്കുന്നതാണ്. ഭൂമി ലാഭം ഉണ്ടാകുന്നതാണ്. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്തും തൊഴിൽ രംഗത്തുമെല്ലാം പുതിയ പദവികൾ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കോടതി വ്യവഹാരത്തിൽ നിന്നൊക്കെ ഇവർക്ക് ലാഭമുണ്ടാകും. തൊഴിലിൽ പ്രമോഷൻ ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ ആദരവിന് പാത്രീഭവിക്കുന്നതാണ്. ആജ്ഞാശക്തി വർദ്ധിക്കുന്നതാണ്. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം, അതുപോലെ തന്നെ വസ്തുവകകൾ വാങ്ങിക്കൂട്ടുക, വാഹനങ്ങൾ വാങ്ങുക, ഈ വിധം സൗഭാഗ്യങ്ങളൊക്കെ തന്നെ മൂലം നക്ഷത്ര ജാതർക്ക് സിദ്ധിക്കുന്നതാണ്. പൂരാടം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ സൗഭാഗ്യങ്ങൾ ധാരാളം ഈ ഒരു വർഷക്കാലം ഉണ്ടാകും. ദാമ്പത്യ ബന്ധവും പ്രണയബന്ധവും ശക്തിപ്പെടും. വഴക്കുകൾ അവസാനിച്ച് ഒത്തൊരുമയിൽ പോകുവാൻ സാധിക്കും. ജോലിയൊന്നും ആകാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുന്നതാണ്. അടഞ്ഞുകിടന്ന വരുമാന സ്രോതസ്സുകൾ തുറക്കും. സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി തന്നെ പ്രാപിക്കും. കർമ്മരംഗം ഏതായിരുന്നാലും അവിടെ ശോഭിക്കുവാൻ സാധിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തുടങ്ങിവെക്കും. പുതിയ ഗൃഹം, സ്ഥാപനം എന്നിവ നിർമ്മിക്കുവാനുള്ള സാധ്യത വളരെ അധികമാണ്. എന്നിരുന്നാലും വർഷമധ്യത്തോടുകൂടി തൊഴിലിൽ ചെറിയ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഒരു സ്തംഭനാവസ്ഥ നിങ്ങളെ ഗ്രസിച്ചേക്കാം. മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രീഭവിക്കാം. രോഗങ്ങളും ക്ലേശങ്ങളും വർദ്ധിക്കുക, അലച്ചിലുണ്ടാകുക, മനോവ്യസനം വർദ്ധിക്കുക. ഇങ്ങനെ വളരെ മോശപ്പെട്ട അനുഭവത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് തുടക്കത്തിൽ തന്നെ മഹാവിഷ്ണു ഭജനം നടത്തുന്നത് നല്ലതാണ്. മഹാവിഷ്ണുവിന് നെയ്വിളക്ക് ജന്മനക്ഷത്ര ദിവസമോ അല്ല എങ്കിൽ ആഴ്ചകളിൽ വ്യാഴാഴ്ച തോറുമോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിന്റെ അംശങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലോ നടത്തുന്നത് എല്ലാവിധ ഭാഗ്യവും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ അവസരമൊരുങ്ങുന്നതിന് സഹായിക്കും. ബഹുമതികൾ ലഭിക്കും. വരുമാനം വർദ്ധിക്കും. കരിയറും ബിസിനസ്സും മികച്ചതാകും. ജീവിതത്തിൽ സന്തോഷ വാർത്തകൾ ഉണ്ടാകും. ആസൂത്രണങ്ങൾ വിജയിക്കും. ഭൂമി ലാഭം ഉണ്ടാകും. പഠന മികവുണ്ടാകും. പുതിയ സംരംഭം ആരംഭിക്കും. അവിവാഹിതർക്ക് വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്നതാണ്. ജോലിയിൽ പ്രമോഷൻ, ജീവിതത്തിൽ സന്തോഷ വർത്തമാനം, ആഭരണങ്ങളും വസ്തുവകകളും വാങ്ങുന്നതിനൊക്കെ തന്നെ പൂരാടം നക്ഷത്ര ജാതർക്ക് ഈ ഒരു വിഷു വർഷക്കാലത്തിൽ സാധിക്കുന്നതാണ്. ഉത്രാടം നക്ഷത്ര ജാതരെ കുറിച്ച് പറയുമ്പോൾ അളവിലധികം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷത്തിലേക്കാണ് ഉത്രാടം നക്ഷത്ര ജാതർ നടക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം വളരുന്നതാണ്. സന്താന സൗഭാഗ്യവും സർവ്വവിധ സൗഭാഗ്യവും ഇവർക്ക് ജീവിതത്തിൽ കൈവരുന്നതാണ്. പ്രണയരംഗം ശക്തിപ്പെടും. വിവാഹം നോക്കുന്നവർക്ക് വിവാഹ കാര്യത്തിൽ മംഗളകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായി അത്യുന്നതി തന്നെ കൈവരിക്കും. തൊഴിലിൽ ഉയർച്ചയും ശമ്പള വർധനവും ഇതിലൂടെ ഉണ്ടാകുന്നതാണ്. പ്രമോഷൻ, സ്ഥാനലബ്ധി എന്നിവ ഇവർക്ക് ലഭിക്കും. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഉത്രാടം നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. പുറം രാജ്യങ്ങളിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് ഒരു അനുകൂല സമയമാണ്. പുത്രലാഭം, അതുപോലെ തന്നെ വിവാഹം, ഗൃഹനിർമ്മാണമൊക്കെ തുടങ്ങി വെച്ചവർക്ക് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. പഴയ ഗൃഹം മോടി പിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമാണ്. സജ്ജനങ്ങളുടെ സംസർഗം ഉണ്ടാകുന്നതാണ്. അവരിൽ നിന്ന് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ എന്നിവയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് ചിലവുകൾ അധികരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദുരിതങ്ങൾ ചിലപ്പോഴെങ്കിലും നമുക്ക് അനുഭവിക്കുവാൻ ഇടവരും. ആകെ കൂടി ഒരു ശക്തിക്കുറവും നേത്രരോഗങ്ങളും വിദ്യാ തടസ്സവും നാക്കുപിഴയും പലവിധ ധനനഷ്ടവും കഷ്ടനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജന വഴിപാട് കഴിപ്പിക്കുക. ഒപ്പം ശിവക്ഷേത്രങ്ങൾ പതിവായി ദർശനം ചെയ്യുക. ശിവന് നീരാഞ്ജനം, കൂവളമാല എന്നിവ സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ദോഷങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. വരുമാന വർധനവുണ്ടാകുന്നതാണ്. നീണ്ടുപോയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. സ്വർണം തുടങ്ങിയ ഭൗതിക വസ്തുക്കൾ വാങ്ങി ചേർക്കുന്നതാണ്. മനസ്സന്തോഷം വർദ്ധിക്കും. പുതിയ പദവികൾ ലഭിക്കുന്നതാണ്. കരിയറും ബിസിനസ്സും മികച്ചതായി തീരുന്നതാണ്. ആദരവിന് പാത്രീഭവിക്കും. ബഹുമതികൾ ലഭിക്കും. സ്ഥാനമാനങ്ങൾ വർദ്ധിക്കും. കുടുംബ സമാധാനവും പൂർവിക സമ്പത്തിൽ നിന്നുള്ള ലാഭവും ഉത്രാടം നക്ഷത്ര ജാതർക്ക് ഉണ്ടാകുന്നതാണ്.
തിരുവോണം നക്ഷത്ര ജാതരെ കുറിച്ച് പറയുമ്പോൾ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കും എന്നുള്ളതാണ്. ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്നവയെല്ലാം അനായാസമായിട്ട് കൈവരും. പഠന രംഗത്ത് വിജയം ഉണ്ടാകും, നേട്ടങ്ങൾ ഉണ്ടാകും, അംഗീകാരങ്ങൾ തേടിയെത്തും. അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ട് പലപ്പോഴും കലഹമുണ്ടാകാൻ സാധ്യതയുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. പ്രണയരംഗത്തും ദാമ്പത്യ ജീവിതത്തിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. സന്താന യോഗമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹമൊന്നും ഉറയ്ക്കാത്തവർക്ക് ആ ഒരു വിവാഹത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ കൈവരുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ അനുകൂലമായ ഒരു സമയമാണ്. തുടങ്ങി പാതി വഴിയിൽ നിന്നുപോയ ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. സജ്ജന സംസർഗം ഉണ്ടാകും, അതുപോലെ സർക്കാർ ആനുകൂല്യങ്ങൾ ഉണ്ടാകും, ഭൗതിക സുഖങ്ങളുടെ വർധനവും പ്രശംസകളും ഏറ്റുവാങ്ങും. പണം സമ്പാദിക്കാനുള്ള പല അവസരങ്ങളും ഇവർക്ക് വന്നു ചേരും. കടബാധ്യതകളിൽ നിന്നൊക്കെ ഇവർക്ക് മോചിതമാകാൻ സാധിക്കും. സന്തോഷവർദ്ധനവുണ്ടാകും. ശനിയാഴ്ച തോറും ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജന വിളക്ക് സമർപ്പിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില ധനനാശത്തെയും ദുഃഖകരമായ ദുരിതത്തെയും നേത്രരോഗത്തെയും പലവിധ നഷ്ടത്തെയും അതിജീവിക്കുവാൻ സാധിക്കുമെന്നതാണ്. അതുപോലെ ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, നീരാഞ്ജനം ഇവ കഴിപ്പിക്കുന്നതിലൂടെയും സന്തോഷകരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കൂടുതലായി കൈവരുന്നതാണ്. ബന്ധുക്കളിൽ നിന്നുള്ള സൗഭാഗ്യവും പഠനത്തിൽ മികച്ച വിജയവും ഈശ്വര അനുഗ്രഹവും ഇതിലൂടെ വർദ്ധിക്കുന്നതാണ്. മനസ്സന്തോഷം വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും അതിലൂടെ മികച്ച വരുമാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അവിട്ടം നക്ഷത്ര ജാതരെ കുറിച്ച് പറയുമ്പോൾ ദീർഘകാലമായിട്ട് ബാധിച്ചിരുന്ന അസുഖങ്ങളൊക്കെ തന്നെ മാറുകയും ആരോഗ്യരംഗം ശക്തിപ്പെടുകയും ചെയ്യുമെന്നതാണ്. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നീങ്ങിപ്പോകും. വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകും. അലസതയും മടിയും എന്നാൽ പിടിപെടാതെ ശ്രദ്ധിക്കണം. അതുപോലെ ചിലവ് വർദ്ധിക്കാതെ നോക്കണം. കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യരുത്. ധനപരമായി ഏർപ്പെടുന്ന ഓരോ കാര്യത്തിലും ശ്രദ്ധ വേണം എന്നുള്ളതാണ്. ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം നിർബന്ധമായും അവിട്ടം നക്ഷത്ര ജാതർ നടത്തേണ്ടുന്നതാണ്. അതുപോലെ ശിവക്ഷേത്രം, ആഞ്ജനേയസ്വാമി ക്ഷേത്രങ്ങളും നിർബന്ധമായും ഇവർ ദർശനം നടത്തണം. അവിടേക്ക് വേണ്ടുന്ന വഴിപാടുകളും കഴിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ദർശനം നടത്തുകയും നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുക. ഒപ്പം നെയ്വിളക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതിലൂടെ ജീവിതത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് നീങ്ങിപ്പോകുന്നതാണ്. ശത്രുഭാവത്തിലേക്ക് പോയിട്ടുള്ള ബന്ധുജനങ്ങളൊക്കെ തന്നെ സൗഹൃദ ഭാവത്തിലേക്ക് വരുന്നതാണ്. ദാമ്പത്യത്തിലൊക്കെ നിലനിൽക്കുന്ന പിണക്കവും സ്വരച്ചേർച്ചയില്ലായ്മയും ഒക്കെ മാറിപ്പോയി ദാമ്പത്യ ജീവിതം ശോഭനമായി തീരുന്നതാണ്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളെല്ലാം അകന്നുപോയി സന്തോഷം ഉണ്ടാകുന്നതാണ്. അതുപോലെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ കൈവരികയും ജോലിയിൽ തിളങ്ങുകയും ചെയ്യും. കടത്തിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും ഇവർക്ക് മോചനം ഉണ്ടാകും. കുടുംബ സന്തോഷം വർദ്ധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. പല നേട്ടങ്ങളും ജീവിതത്തിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്നതാണ്. ചതയ നക്ഷത്രത്തിന്റെ ആ ഒരു വിഷുഫലത്തിലേക്ക് പോകുമ്പോൾ തൊഴിലാകാത്ത ചതയ നക്ഷത്ര ജാതർ ഉണ്ട് എങ്കിൽ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് ചിലപ്പോഴെങ്കിലും വന്ന് ഭവിച്ചേക്കാം. എന്നിരുന്നാലും ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിപ്പിക്കുകയും ശിവക്ഷേത്രം, ആഞ്ജനേയസ്വാമി ക്ഷേത്രങ്ങൾ എന്നിവ ദർശനം നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുകയും ശിവന് ജലധാര, കൂവളമാല എന്നിവ സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ രോഗദുരിതങ്ങൾ അകന്നു പോകുന്നതാണ്. മനോവിഷമം നീങ്ങിപ്പോകുന്നതാണ്. അതുപോലെ കരിയറും ബിസിനസ്സും ഒക്കെ തന്നെ മികച്ചതായി തീരും. വിവാഹമൊന്നും നടക്കാത്തവർക്ക് ആ ഒരു വിവാഹ കാര്യങ്ങളൊക്കെ തന്നെ മംഗളമായിട്ട് ഭവിക്കും. വരുമാന മാർഗങ്ങൾ ഉയരുന്നതാണ്. നീണ്ടുപോയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ആ ഒരു വിഷുഫലം പറയുന്നത് ദീർഘകാലമായിട്ട് തൊഴിലില്ലാത്ത പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷുവർഷത്തിൽ തന്നെ തൊഴിൽ ലഭിക്കും എന്നതാണ്. കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായ ലാഭം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നേടും. ആരോഗ്യരംഗം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജന വിളക്ക് സമർപ്പിക്കുക. അതുപോലെ ശിവന് ജലധാര, കൂവളമാല എന്നിവ സമർപ്പിക്കുക. അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടുന്ന ഒന്നാണ് മഹാവിഷ്ണുവിന് നെയ്വിളക്ക്, അതുപോലെ തന്നെ പായസ വഴിപാട് ഇവ കഴിപ്പിക്കുന്നതിലൂടെ ബന്ധുക്കൾ അനുകൂല ഭാവത്തിലേക്ക് വരും. അതുപോലെ തന്നെ മനോവ്യസനം മാറി സന്തോഷമുണ്ടാകും. രോഗദുരിതങ്ങളെല്ലാം മാറിപ്പോയി ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. ആദ്യ വഴിയിൽ മുടങ്ങിപ്പോയ എല്ലാ പ്രവർത്തനങ്ങളെയും പൂർത്തീകരിക്കുവാൻ സാധിക്കും. ആജ്ഞാശക്തി ലഭിക്കും. ബഹുമാനം ലഭിക്കും. ഭാഗ്യം ജീവിതത്തിൽ തിളങ്ങുക തന്നെ ചെയ്യും. സന്തോഷകരമായ ദാമ്പത്യവും പ്രണയരംഗം ശക്തിപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കും. തീർത്ഥയാത്രകൾക്ക് പങ്കെടുക്കുവാൻ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ പ്രശംസകൾ ഏറ്റുവാങ്ങുകയും കടബാധ്യതകളിൽ നിന്ന് മോചിതമാകുകയും ചെയ്യും. ഒപ്പം പലവിധ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി വരികയും ചെയ്യുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ പ്രവർത്തന മണ്ഡലത്തിൽ
വിജയം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു പോകുന്നത്. ദീർഘകാലമായുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ നിറവേറ്റാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ അംഗീകാരങ്ങൾ തേടി വരും. വിദേശ യാത്രകൾ ഈ കാലയളവിൽ നടത്തുന്നതാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. തീർത്ഥയാത്രകളും ഉല്ലാസയാത്രകളും നടത്തും. ഉറ്റ സുഹൃത്തുക്കൾ വഴി സന്തോഷവും വിജയവും ഉണ്ടാകുന്നതാണ്. ഇടയ്ക്കിടെ ചെറിയ അസുഖങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന വിളക്ക് സമർപ്പിക്കുന്നത് ഉചിതമാണ്. ഒപ്പം ശിവക്ഷേത്രവും ദർശനം നടത്തി ഭഗവാന് ശനിദോഷത്തിന് ഉചിതമായ വഴിപാടുകൾ നടത്തുക. ഒപ്പം തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നെയ്വിളക്ക് അതുപോലെ തന്നെ പുഷ്പാഞ്ജലി ഇതൊക്കെ തന്നെ വഴിപാട് സമർപ്പിക്കുകയും ചെയ്യുക. ജന്മ നക്ഷത്ര ദിവസമോ അതുമല്ലെങ്കിൽ ആഴ്ചകളിൽ വ്യാഴാഴ്ചയോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിന്റെ അംശങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലോ ഇപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക. ഇതൊക്കെ തന്നെ കരിയറിൽ ഉയർച്ച നേടിക്കൊടുക്കും. അതുപോലെ ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കി കൊടുക്കും. ആരോഗ്യരംഗത്ത് ഉയർച്ചയുണ്ടാകും. അസുഖങ്ങളെല്ലാം തന്നെ നീങ്ങിപ്പോകും. തീർപ്പാകാത്ത ജോലികളൊക്കെ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് അതിവേഗം സാധിക്കുന്നതിന് ഇത്തരം വഴിപാടുകൾ സഹായിക്കുമെന്നതാണ്. ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഏർപ്പെടുന്നവർക്ക് ഉന്നതമായ ഫലം അതിലൂടെ എല്ലാം സിദ്ധിക്കുന്നതാണ്. ബിസിനസ്സിലെ തടസ്സങ്ങളൊക്കെ തന്നെ നീങ്ങിപ്പോകുകയും പ്രശംസകൾ, അംഗീകാരങ്ങൾ ഇതൊക്കെ തന്നെ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ്. രേവതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വിഷുവർഷം ശുഭകരമായ ഒരു വിഷുവർഷമായിട്ട് തന്നെയാണ് കണക്കാക്കുവാൻ സാധിക്കുന്നത്. ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷുവർഷത്തിൽ ഇവർക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് ഉയർച്ചയുണ്ടാകും. തൊഴിലൊന്നും ആകാതിരുന്നവർക്ക് ക്രമമായ വരുമാനവും തൊഴിലും ഇവർക്ക് ലഭിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി കൈവരിക്കുവാൻ സാധിക്കും. കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും. എന്നിരുന്നാലും ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജന വിളക്ക് മുടങ്ങാതെ കഴിപ്പിക്കുക. അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക്, പായസ വഴിപാട്, പുഷ്പാഞ്ജലി ഇത് ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിലോ വ്യാഴാഴ്ച ദിവസങ്ങളിലോ നടത്തുന്നത് ഉത്തമമാണ്. ഇതിലൂടെ മനസ്സിന് ഏറ്റിട്ടുള്ള സങ്കടങ്ങളൊക്കെ തന്നെ നീങ്ങിപ്പോകുന്നതാണ്. കാര്യതടസ്സം നീങ്ങുന്നതാണ്. ബന്ധുക്കൾക്ക് ഉണ്ടായ ആപത്തുകൾ നീങ്ങിപ്പോകുന്നതാണ്. ശത്രുക്കളൊക്കെ അനുകൂല ഭാവത്തിലേക്ക് വരുന്നതാണ്. മനോവ്യസനം നീങ്ങും. സന്താനങ്ങൾക്ക് ഏർപ്പെട്ടിരുന്ന ദുർഗതി നീങ്ങിപ്പോകുന്നതാണ്. ഭൗതിക സുഖവർദ്ധനവ് അതുപോലെ പ്രശംസകൾ ഏറ്റുവാങ്ങുക. ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ കൈവരിക. കടത്തിൽ നിന്നും വായ്പകളിൽ നിന്നൊക്കെയുള്ള മോചനം, ആത്മവിശ്വാസ വർദ്ധനവ്, ബഹുമാനം വർദ്ധിക്കുക, പുതിയ ജോലികളിലേക്ക് ക്ഷണമെത്തുക, അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം ഉണ്ടാകുക ഇതൊക്കെ തന്നെ ഇത്തരം വഴിപാടുകളിലൂടെ രേവതി നക്ഷത്രക്കാർക്ക് കൈവരുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഏവർക്കും ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.